നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി. റിപ്പോർട്ടിന്മേലുള്ള വിശദമായ ചർച്ച സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നടത്താനാണ് ധാരണ. യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കും. സുനിഷ അയ്യല്ലൂർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സുനിഷ, റിപ്പോർട്ട് അംഗീകരിക്കുന്നത് കടുത്ത വിമർശനമുള്ള റിപ്പോർട്ടാണെന്നുള്ളതാണ്. ഏകപക്ഷീയമായ രീതിയിലൊക്കെയുള്ള പ്രവർത്തനം, സ്ഥാനാർത്ഥി നിർണയത്തിലെ വലിയ പാളിച്ചകൾ, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ചർച്ചകൾ നടത്തണം. അതിന് സംസ്ഥാന കമ്മിറ്റി, അതിലെ അംഗങ്ങൾക്ക് പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങൾ, അല്ലേ? അതെ റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ വിശാല സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബറിൽ ചേരും. അതിനുശേഷമായിരിക്കും കൃത്യമായി വിശദമായി ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വിശദമായ ചർച്ചകളും തുടർ നടപടികളും നീക്കങ്ങളും എല്ലാം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. റോഷ്നി പറഞ്ഞതുപോലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ നേതൃത്വം അതിന് മറുപടി നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കീഴ്ഘടകങ്ങളെ മാത്രം പറഞ്ഞാൽ പോലെ നേതൃത്വത്തിന്റെ പങ്ക് കൂടി, നേതൃത്വം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശമായി തന്നെ നൽകിയിരുന്നത്. ഒപ്പം തന്നെ നിരവധി പ്രശ്നങ്ങൾ, സംസ്ഥാന നേതൃത്വത്തിന് പറ്റിയ പാളിച്ചകളെല്ലാം തന്നെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്രീകൃതമായി ഒരാളിൽ മാത്രമായി പോയി പ്രചരണം. അന്നേരം ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടത്തിയെന്നതടക്കം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. പകരം എന്താണോ ഇടത് കേന്ദ്രങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നത് അതൊന്നും തന്നെ കൃത്യമായി പ്രചരണ വിഷയമായില്ല എന്നുള്ളത് കൂടി കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതുകൂടി കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ആ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ആ തീരുമാനം തിരഞ്ഞെടുപ്പ് തോൽവിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നു ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ്. ഒപ്പം CPI-യുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ ഇടപെടേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ്. സംസ്ഥാന കമ്മിറ്റി അത് പ്രാഥമികമായ ചർച്ച ഈ റിപ്പോർട്ടിന്മേൽ കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ തന്നെ പിരിയുകയും ചെയ്തു. അതുകൊണ്ട് ഇനി വരുന്ന വിശാല കമ്മിറ്റി 13, 14, 15 തീയതികളിലായി സെപ്റ്റംബർ മാസം നടക്കുന്ന ഈ വിശാല കമ്മിറ്റി യോഗത്തിലായിരിക്കും കൃത്യമായ ചർച്ചകളെല്ലാം തന്നെ നടക്കുക. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ സംസ്ഥാന സമിതി അംഗങ്ങൾ മാത്രമായിരിക്കില്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. കൃത്യമായി എന്താണ് സംഭവിച്ചത്, ഈ ചർച്ച, ഈ കമ്മിറ്റിയിന്മേലുള്ള റിപ്പോർട്ട്, അത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇനി തുടർ നടപടികൾ അടുത്ത തിരഞ്ഞെടുപ്പ് സമയത്തേക്കെങ്കിലും മാറ്റാനുള്ള കാര്യങ്ങൾ, താഴെ തട്ട് മുതൽ മേലെ തട്ട് മുതൽ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം തന്നെ അടുത്ത വിശാല സമിതിയിൽ പരിശോധിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ തരത്തിൽ തന്നെ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് ഇന്നലെ സംസ്ഥാന സമിതി അംഗീകരിച്ചിരിക്കുന്നു. ഇനി അതിന്മേലുള്ള വിശാലമായ ചർച്ച തന്നെയായിരിക്കും ഈ കമ്മിറ്റിയിൽ നടക്കുക. ശരി, സുനിഷ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ നേതൃത്വത്തിനടക്കം എതിരെ വിമർശനമുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര ദേശീയ തലത്തിൽ അത് അംഗീകരിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ചർച്ചകൾ നടക്കാനുമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം